കൂടിക്കാഴ്ച വിശദീകരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് പോയതെങ്കിലാണ് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത്. ഇവിടെ പേഴ്സണലായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്നുള്ളത് കൃത്യമായി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ, അതായത് ADGP ഇന്നലെ പോയി മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ തന്നെ സ്വാഭാവികമായി മുഖ്യമന്ത്രി ചോദിക്കുമല്ലോ, എന്താ അജിത്തെ അവിടെ പോയതെന്നെങ്കിലും ചോദിക്കുമല്ലോ. അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അല്ലാതെ ഈ വിവാദമാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കഴിഞ്ഞ കൊല്ലം 2023 നടന്ന ഒരു കൂടിക്കാഴ്ചയുടെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോഴാണ് വന്നത് എന്നതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ മാത്രമാണ് അത് അറിഞ്ഞതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ്. മുഖ്യമന്ത്രി അന്നേ അറിഞ്ഞതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്, ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ കഴമ്പുണ്ടെങ്കിൽ അന്നേ മുഖ്യമന്ത്രി നടപടിയെടുത്തേനെ. അന്ന് മുഖ്യമന്ത്രി അത് വിട്ടിട്ടുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി ഇനിയും അതിൽ അതേ നിലപാട് തന്നെ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നടപടിയെടുക്കാനാണെങ്കിൽ അന്നേ എടുത്തേനെ. അന്നും ADGP ആയി തന്നെയാണല്ലോ MR അജിത് കുമാർ ഇരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണിസാർ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകവും ഒക്കെ സൂചിപ്പിച്ച 1960-കളിലേക്കൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ അതിനൊന്ന് മറുപടി പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. അതായത് CPIM ആണ് ഇപ്പോൾ ഭരിക്കുന്നത്, കേരളത്തിൽ ഭരിക്കുന്നത് CPIM ആണ്. അപ്പോൾ ADGPയും CPIM-കാരനായിരിക്കണം. ADGP MR അജിത് കുമാറും SFIയിലൂടെ വളർന്നു വന്ന് അങ്ങനെ ഈ ADGP പോസ്റ്റിൽ എത്തിയതാണ് എന്നുണ്ടെങ്കിൽ ആ വാദത്തിൽ കഴമ്പുണ്ട്. ADGP ആയത് IPS ഓഫീസർ ആയതുകൊണ്ട് കൃത്യമായി ഈ പദവിയിലേക്ക് എത്തിയതാണ്. 29 കൊല്ലത്തെ സർവീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിട്ടയർ ആകാൻ എന്തായാലും ഒരു 3-4 വർഷം കൂടി സർവീസ് ഉണ്ട്. അപ്പോൾ CPIM ലൈനിൽ തന്നെ, അതുവരെ CPIM ആണ് ഭരിക്കുന്നതെങ്കിൽ CPIM ലൈനിൽ തന്നെ ഈ ADGPയും പോകണമെന്നുള്ള വാദമൊന്നും നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനനുസരിച്ച് ഇപ്പോൾ നമുക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് IPS ഓഫീസറായി അല്ലെങ്കിൽ ആ സുഹൃത്ത് ജഡ്ജിയായി എന്ന് കരുതി ആ സൗഹൃദം എന്ന് പറയുന്നത് ആ IPS ഓഫീസറോടോ അല്ലെങ്കിൽ ജഡ്ജിയോടോ അല്ല, ആ വ്യക്തിയോടാണ്. ഞാനും ആൻഡോ സാറും തമ്മിലൊരു സൗഹൃദമുണ്ടെങ്കിൽ അത് MDയും കോർഡിനേറ്റിംഗ് എഡിറ്ററും തമ്മിലല്ല, 2 വ്യക്തികൾ തമ്മിലാണ്. ആൻഡോ അഗസ്റ്റിനും സുജയ പാർവതിയും തമ്മിലുള്ളതാണ്. അത് ഈ പദവി ഉണ്ടെങ്കിലും പദവി ഇല്ലെങ്കിലും ആ സൗഹൃദം എന്ന് പറയുന്നത് ഇൻടാക്റ്റ് ആയിട്ട് അവിടെ തന്നെ കാണും. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ, ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ. അല്ലാതെ പദവി നോക്കി ഈ പദവിയിൽ ഇരിക്കുന്നവർ തമ്മിൽ പദവി വെച്ചിട്ടുള്ള ഒരു സൗഹൃദമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പോകും. എന്തായാലും ADGP MR അജിത് കുമാർ ഈ RSSന്റെ സർക്കാരുവാഹ ആയതിനു ശേഷം ദത്താത്രേയ ഹൊസബളയുമായി ആ രീതിയിൽ ആ പൊസിഷൻ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ആ പൊസിഷൻ വെച്ച് കൂടിക്കാഴ്ചയ്ക്കായി പോയി എന്നുള്ളതാണ് വാദമെങ്കിൽ ഒന്നും പറയാനില്ല. അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് ഔദ്യോഗിക വേഷം ധരിച്ചല്ല, ഔദ്യോഗിക വാഹനത്തിലല്ല, ഔദ്യോഗികമായി ആരെങ്കിലും പറഞ്ഞിട്ടല്ല, കൃത്യനിർവഹണത്തിനായിട്ടുള്ള യാത്രയെന്ന് ലോഗ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടുമല്ല അദ്ദേഹം പോയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കൃത്യമായി കഴിഞ്ഞ വർഷം തന്നെ വിവരം കിട്ടിയിട്ടും അത് ഇപ്പോഴെടുത്ത് അത് വിവാദമാക്കുന്നതിന് പിന്നിലുള്ളത് ഒരു കുബുദ്ധിയാണ്. കാരണം പൂരം നടക്കുന്നത് എപ്പോഴാണ്, തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്, കൂടിക്കാഴ്ച നടന്നത് എപ്പോഴാണ്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ RSSന്റെ പ്രചാരകന്റെ കൂടെ വാഹനത്തിൽ പോയി എന്നാണല്ലോ. അപ്പോൾ RSSന്റെ പ്രചാരകാണ്, ഞാൻ ADGP ആണ്, അതുകൊണ്ട് ഞാൻ അവൻ്റെ വാഹനത്തിൽ കയറാൻ പാടില്ല എന്ന് ADGP പദവിയിലിരിക്കുന്ന ഇപ്പോൾ പോട്ടെ MR അജിത് കുമാറിനെ വിടൂ, വെങ്കടേഷ് അങ്ങനെയാണോ ചെയ്യുന്നത്? വെങ്കടേഷ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊന്നും കാണാൻ പോകാറില്ലേ? RSSകാരനായ ഒരാൾ സുഹൃത്തായി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ RSSകാരനായ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരേ വാഹനത്തിൽ പോയി എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല ഈ രാജ്യത്ത്. RSS എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയുമല്ല. ഉണ്ണിസാറൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും എന്തോ വലിയ ഒരു തീവ്രവാദ സംഘടനയുടെ പരിപാടി അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയുടെ നടപടിയെടുക്കേണ്ടതായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ അടുത്തേക്ക് ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ പോയി സർക്കാരിന് ഒരു മോശപ്പേരുണ്ടാക്കിയെന്ന്. അത് പോപ്പുലർ ഫ്രണ്ട് ഒക്കെ നിരോധിക്കുന്നതിന് മുൻപ് അവിടെ പോയി, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം അതിൻ്റെ അവശേഷിക്കുന്ന ഫ്രാക്ഷൻസ് അടുത്തേക്ക് പോയി കൂടിക്കാഴ്ച നടത്തുന്നവരോടാണ് ഉണ്ണിസാറെ പറയേണ്ടത്, അല്ലാതെ RSSകാരോടല്ല. RSSന്റെ RSS എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുമാണ്. ആ സംഘടനയെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുമില്ല. കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക്, കേന്ദ്ര സർക്കാർ പദവിയിലിരിക്കുന്ന ഈ സർവീസ് ചട്ടങ്ങൾ അവർക്കും ബാധകമാണ്. ADGP MR അജിത് കുമാറിനും ബാധകമാണ്. അദ്ദേഹം അടങ്ങുന്ന ഈ സർവീസിലിരിക്കുന്ന എല്ലാവർക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വരെയുള്ള അനുവാദമുള്ള രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരോധിച്ചിട്ടില്ലാത്ത കൃത്യമായി നിങ്ങൾക്ക് സർവീസിലിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ വരെ അനുവാദമുള്ള ഒരു സംഘടനയുടെ ഒരു നേതാവിനെ പോയി കൂടിക്കാഴ്ച നടത്തുന്നു. അത് ഔദ്യോഗികമായ ഒരു കൃത്യനിർവഹണത്തിൻ്റെയും ഭാഗമായല്ല എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ബോഡിയെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് പിടിച്ചുകൊണ്ട് ഇതെന്തോ വലിയ ക്രിമിനൽ കുറ്റമാണ് എന്ന രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് മറ്റു പല വാർത്തകളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും മൂടി വെക്കാനാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? ഇവിടെ VD സതീശന്റെ പുനർജനിയെക്കുറിച്ച് PV അൻവർ പറയുന്നുണ്ടല്ലോ. എന്താ അത് ചർച്ചയാക്കാത്തത്? VD സതീശനെ കുറിച്ച് പറയാത്തത് എന്താണ്? VD സതീശൻ ഈ പുനർജനി അന്വേഷണം അതിനുവേണ്ടിയുള്ള ഇടനിലക്കാരനായ MR അജിത് കുമാറിനെ ഉപയോഗിച്ചുവെന്ന് PV അൻവർ പറയുന്നുണ്ടല്ലോ. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ADGP പോയതെന്ന് PV അൻവർ പറയുന്നുണ്ട്. അതെന്താണ് ചർച്ചയാകാത്തത്? VD സതീശൻ എന്നുള്ളത് സെലക്റ്റീവായിട്ട് അങ്ങ് വിഴുങ്ങുകയും മുഖ്യമന്ത്രി പിണറായി വിജയനും RSSും തമ്മിലുള്ള ഡീലിനിടയിലെ ഇടനിലക്കാരനാണ് MR അജിത് കുമാർ എന്ന് സ്ഥാപിക്കുകയും പൂരം കലക്കിയത് MR അജിത് കുമാർ ആണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ചില ആളുകളുടെ പ്രത്യേക ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിനൊപ്പം നിൽക്കാൻ എന്തായാലും എന്നെ കിട്ടില്ല. ഇപ്പോൾ ഈ പാറമേക്കാവ് വിദ്യാമന്ദിറിലേക്ക് MR അജിത് കുമാർ പോയത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ടത് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടിയ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി അക്കാര്യം ഇതുവരെ ചോദിച്ചില്ല എന്ന് എന്താണ് ഉറപ്പ്? മുഖ്യമന്ത്രി ഈ വിവരം കിട്ടി ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു എന്നുള്ളതിന് എന്താണ് ഉറപ്പ്?
മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് മുഖ്യമന്ത്രിക്കും എം ആർ അജിത് കുമാറിന് കൃത്യമായി അറിയാം. മന്ത്രിസഭയിൽ അത് അറിയാവുന്ന ആളുകളൊക്കെ എന്തായാലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരോടൊക്കെ ഈ പ്രതികരണങ്ങൾ തേടാൻ ചെല്ലുമ്പോൾ അവർ കൃത്യമായ കാര്യം പറയുകയും ചെയ്യും. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ കാര്യം വി ഡി സതീശൻ പറയുന്നത്, ഒപ്പം കെ മുരളീധരൻ പറയുന്നത്, ഇവർ രണ്ടുപേരുമാണല്ലോ കോൺഗ്രസും കൂടി മത്സരിച്ച സീറ്റാണല്ലോ. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ആരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു? ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റല്ല, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. സിറ്റിംഗ് സീറ്റിൽ BJP സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുമെന്ന് ഇവിടെ വന്ന് വെല്ലുവിളിച്ചു, നമ്മുടെ ഫ്ലോറിൽ വന്ന് വെല്ലുവിളിച്ചു. അപ്പോൾ വോട്ട് എണ്ണി കഴിഞ്ഞ് പറയാമെന്ന് ഞാനൊരു മറുപടിയും കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞാലും ഞാനത് മറന്നിട്ടില്ല കെ മുരളീധരനോട്. പക്ഷേ അന്ന് 3-ാം സ്ഥാനത്ത് പോകുമെന്ന് പറഞ്ഞ കെ മുരളീധരൻ വെല്ലുവിളിച്ചത് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുമെന്നാണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 3-ാം സ്ഥാനത്ത് പോയത് ആരാണ്? 3-ാം സ്ഥാനത്ത് പോയത് കെ മുരളീധരനാണ്. എന്തുകൊണ്ടാണ്? തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്ന ചില വാക്കുകളൊക്കെ ഇന്ന് വി ഡി സതീശൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അറിയാതെ വന്നുപോയി. സതീശൻ പറഞ്ഞെന്താണെന്നറിയോ? സുനിൽകുമാർ ആയിരുന്നു ജയിക്കേണ്ടത്. സതീശന്റെ പാർട്ടി ഏതാ? കോൺഗ്രസ്. എന്നിട്ട് അദ്ദേഹം ഇന്ന് പ്രതികരണം നടത്തുമ്പോൾ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് സുനിൽകുമാർ ആയിരുന്നു ജയിക്കേണ്ടത്. സുനിൽകുമാർ ജയിക്കുമെന്ന് അറിവുള്ള ഒരു സ്ഥലത്തേക്കാണോ വടകരയിലെ സിറ്റിംഗ് MP കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ അദ്ദേഹം നിർത്തിയത്? എന്ത് ഇരട്ടത്താപ്പാണിത്? അതുകൊണ്ട് PV അൻവർ പറഞ്ഞ ഈ പുനർജനിയിലെ ഇനി ഡീലാണോ ഇവിടെ നടത്തിയതെന്നുള്ളത് ആർക്കറിയാം? മുഖ്യമന്ത്രിയെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? ഇവിടെ CPIM ഇവർ രണ്ടുപേരും ചേർന്ന് തൃശ്ശൂരിലെ വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ, BJPക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടെ 2-ാം സ്ഥാനത്ത് കോൺഗ്രസ് വരാതിരിക്കുന്നത്? കോൺഗ്രസ് 3-ാം സ്ഥാനത്തല്ലേ ഫിനിഷ് ചെയ്തത്? സുനിൽകുമാർ 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് സിറ്റിംഗ് സീറ്റിൽ 3-ാം സ്ഥാനത്തേക്ക് പോയത്? അതിന് ഈ പൂരം കലക്കി എന്നുള്ള വാദം നിൽക്കില്ല. മാത്രമല്ല ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള, അതുപോലെ തന്നെ മുസ്ലിങ്ങളുള്ള അവിടെയൊക്കെ ആ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി മുന്നിൽ വന്നിട്ടുണ്ടല്ലോ. അത് പൂരം കലക്കിയത് കൊണ്ടാണോ? പൂരവും അവരും തമ്മിൽ എന്താ ബന്ധം? ക്ഷേത്രോത്സവമായ പൂരം നടക്കുന്ന ഭാഗങ്ങളിലുള്ള ആളുകളെ മുഴുവൻ ഈ പൂരം കലക്കിയ വിവാദം സ്വാധീനിച്ചു എന്ന് തന്നെ വെക്കുക. അങ്ങനെ ഉണ്ടായിട്ടില്ല. പൂരം കലക്കിയത് അവിടെ ആരാണ് എന്നുള്ളതും കമ്മീഷണറുടെയും കളക്ടറുടെയും ഒക്കെ നേരിട്ടുള്ള ഏർപ്പാടായിരുന്നു. മന്ത്രിമാരൊന്നും അതിൽ ആ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. സംഘാടക സമിതി യോഗങ്ങളിൽ പോലും മന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല. അവിടെ പൂരം കലക്കുന്നതിന് അവിടെ അനുഭവ പരിചയമില്ലാത്ത, അറിയാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ടിറക്കി കമ്മീഷണറാണ് അവിടെ കുളവാക്കിയത്. അത് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് കൊണ്ടുവയ്ക്കുന്നത് എന്തിനാണ്? ആരുടെ നാണക്കേട് മറയ്ക്കാനാണ്? വി ഡി സതീശനും കെ മുരളീധരനും എത്ര ആവർത്തി പറഞ്ഞാലും അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റത്. അവർ കൃത്യമായി അവിടെ വിജയിക്കാനുള്ള കാര്യമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കൊണ്ടുവന്നു. അപ്പോൾ വോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് അവർ ഓർക്കണമായിരുന്നു. അതുണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ VS സുനിൽകുമാറിനൊപ്പം കൂടി VS സുനിൽകുമാർ ജയിക്കേണ്ട ആളായിരുന്നു എന്ന് വരെ കോൺഗ്രസ് പറയുകയാണ്. ഇപ്പോൾ സതീശൻ പറയുന്നു മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PV അൻവർ പറയുന്നു പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. രണ്ട് വാദമായി. ബിനോയ് വിശ്വൻ ചോദിക്കുന്നു എന്തിനു കണ്ടു? ഞാൻ ഇന്ന് എടുക്കുന്ന വാദം ഇന്ന് MV ഗോവിന്ദൻ എന്ന CPIM സംസ്ഥാന സെക്രട്ടറി എടുത്ത കാര്യമാണ്. അദ്ദേഹം ചോദിക്കുന്നു അതിനെന്താ? കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അതിനെന്താ? ആ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയോ? 2023 മെയ് ആദ്യവാരത്തിൽ നടന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം RSSന്റെ നിർദ്ദേശപ്രകാരം ADGP MR അജിത് കുമാർ കേരളത്തിൽ എന്താണ് ചെയ്തത്? ഏത് കാര്യത്തിലാണ് ഇടപെട്ടത്? RSSകാർ പ്രതികളായ ഏതെങ്കിലും കേസുകൾ ഒത്തുതീർപ്പാക്കാൻ അദ്ദേഹം ഇടപെട്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ നിന്ന് ആരെയെങ്കിലും രക്ഷിച്ചെടുത്തോ? അദ്ദേഹത്തിന് ക്രമസമാധാന പാലനത്തിന് ചുമതലയാണല്ലോ. MR അജിത് കുമാർ എന്താണ് ചെയ്തു കൊടുത്തത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഡീൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുകൾ അതിനുള്ള കാര്യങ്ങൾ കൂടി പറയണം. വെറുതെ ഡീൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിറ്റിംഗ് സീറ്റിൽ 3-ാമത് പോയവരല്ല അത് പറയേണ്ടത്. അവരിപ്പോൾ 2-ാം സ്ഥാനത്ത് നിൽക്കുകയും BJP ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം. ചില്ലറ വോട്ടുകൾക്കാണ് ജയിച്ചതെങ്കിൽ. അതുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ RSS കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടികളിൽ വരെ സ്വാധീനമുള്ള സംഘടനയാണ് എന്നുള്ളത് ആ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും RSSകാരാണ് എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ പൊതുജനത്തിന് അറിയാൻ. അങ്ങനെ ഓരോ സ്ഥാനങ്ങളിലും ഇരിക്കുന്ന RSSന്റെ നേതാക്കളെയൊക്കെ ഇതുപോലെ പല സ്ഥാനങ്ങളിലുമുള്ള ആളുകൾ പോയി കാണാറുണ്ട്. അത് ചിലപ്പോൾ ക്യാമ്പിൽ വെച്ചായിരിക്കും കാണുക, ചിലപ്പോൾ കാര്യാലയത്തിൽ പോയായിരിക്കും കാണുക, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ വെച്ചായിരിക്കും കാണുക. ഈ കൂടിക്കാഴ്ചകളൊക്കെ സംഭവിക്കും. കാരണം അതൊരു നിരോധിത സംഘടനയല്ല, അതൊരു സാംസ്കാരിക സംഘടനയാണ്. ആ സാംസ്കാരിക സംഘടനയുടെ നേതാക്കളെ എവിടെ വെച്ച് കാണുന്നതിനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശമുണ്ട്. അപ്പോൾ ആ കാണുന്നതിൻ്റെ പേരിലുടനെ അവരെ എല്ലാവരെയും അങ്ങ് കുറ്റക്കാരാക്കിക്കൊണ്ട് ഇതെന്തോ വലിയ കുഴപ്പം പിടിച്ച ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ണിസാറിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് ചെറുത്തത്. ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മൗലികാവകാശത്തെ പറ്റിയൊക്കെ ചർച്ചയാവുന്നുണ്ട്. അതായത് അവർക്ക് ഈ ജോലി, അവരുടെ ഒഫീഷ്യൽ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം അവരെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് അതും പാർട്ടി പറയുന്നതിനനുസരിച്ച് ചെയ്യണം. CPIM ഭരിക്കുകയാണെങ്കിൽ CPIMകാരുമായി മാത്രം ചങ്ങാത്തം വേണം. അങ്ങനെയൊക്കെയുള്ള
അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ അറിവിൽ അങ്ങനെയില്ല. അദ്ദേഹത്തിന്റെ സ്വകാര്യ സമയത്ത് സ്വകാര്യ സന്ദർശനത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തിനൊപ്പം എവിടെയും പോകാനുള്ള അവകാശം നമ്മളെപ്പോലെയൊക്കെ എം ആർ അജിത് കുമാറിന് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ADGP എവിടെ പോകുന്നതിന്റെ ഉത്തരവാദിത്തം CPIM ഏറ്റെടുക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കണം എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു യുക്തിയുമില്ല. ഉണ്ണിസാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല. 2023 തൃശ്ശൂരിൽ പോയതാണല്ലോ കുഴപ്പം. 2024 ദത്താത്രേയ ഹൊസബള ഇവിടെ വന്നിരുന്നു. ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്താണ്, നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്താണ്. അവിടെ ഈ 2024 മെയ് മാസത്തിൽ തന്നെയായിരുന്നു. ഇക്കൊല്ലം മെയ്യിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ ഇതുപോലെ സൗഹൃദമുള്ള ആരെങ്കിലും ഒക്കെ പോയി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതും നാളെ പൊക്കിപ്പിടിച്ച് വരുമല്ലോ, അതും ഇതുപോലെ പ്രശ്നമാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഹൊസബളെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അദ്ദേഹം ഭോപ്പാലിലെ ഒരു യോഗത്തിൽ പറഞ്ഞതാണ്, അതിപുരോഗമനവാദത്തിന്റെ മറപിടിച്ച് കൾച്ചറൽ കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് മേൽ അവമതിപ്പ് സൃഷ്ടിക്കുന്നുവെന്ന്. ഇനി ചിലപ്പോൾ അതുവല്ലോ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ADGP MR അജിത് കുമാറിന് അങ്ങനെയുള്ള ജീർണതയിലേക്ക്, സാംസ്കാരിക ജീർണതയിലേക്ക് പോകാതിരിക്കാനുള്ള എന്തെങ്കിലും ഉപദേശമൊക്കെ ആയിരിക്കും ആ 1 മണിക്കൂർ കൂടിക്കാഴ്ചയിൽ നടത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ ADGP പറഞ്ഞ ഇൻഫോർമൽ ആയിട്ടുള്ള അദ്ദേഹത്തിന് പേഴ്സണൽ വിസിറ്റ് എന്ന വാദം തന്നെയാണ് നിലനിൽക്കുക. അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് സൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് വന്ന് പറയും, അല്ലെങ്കിൽ പുറത്ത് പറയും. എന്തായാലും ഒരു കൊല്ലത്തിന് ഇപ്പുറം നിൽക്കുന്ന ഒരു വിവാദമാണ്. അന്ന് കൂടിക്കാഴ്ച നടത്തി പിന്നീട് തൊട്ടടുത്ത വർഷം അതേ സമയത്ത് പൂരം കലക്കി BJPയെ ജയിപ്പിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള വാദം, അത് വിശ്വസിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ വാദിച്ച് എങ്ങനെ ആളുകളെ വിശ്വസിപ്പിക്കണം എന്നുള്ളത് VD സതീശന് നമ്മൾ വിടുന്നു, ഞാൻ വിടുന്നു. എന്തായാലും VD സതീശൻ ഇക്കാര്യത്തിൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ADGP ചെയ്തു കൊടുത്തു എന്നുകൂടി പറയാൻ, പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യസ്ഥനാണ്. 29 കൊല്ലം സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ CPM-കാരനായിരിക്കണം എന്നുള്ള ചിട്ടവട്ടമൊന്നും ഒരിടത്തുമില്ല. Meet the editors.